പത്മ ലളിതാ സഹസ്രനാമം അടുത്ത വരികളിലേക്ക് കടക്കുന്നു. ഇന്ന് ജനനവും മരണവും ഒരുപോലെ നമ്മളുടെ ഉള്ളിൽ അമ്മ എങ്ങനെയാണ് ശ്രീചക്രത്തിലൂടെ മനസ്സിലാക്കി ബോധപൂർവം എത്തിക്കുന്നത് എന്നുള്ള വരികളാണ്. പഞ്ചപ്രേതാസനാസീന പഞ്ചബ്രഹ്മസ്വരൂപിണി. പഞ്ചപ്രേതാസന, പഞ്ചം നമുക്കറിയാം. 5 പ്രേതാസന. പ്രേതം എന്നാൽ മരണാനന്തരമുള്ള ശരീരം ആണല്ലോ. അപ്പോ ഒരു ശരീരം, ആ ശരീരത്തിൽ നിന്നും ജീവൻ വെടിഞ്ഞു, പ്രാണൻ വെടിഞ്ഞു കഴിഞ്ഞുള്ള ശരീരത്തെയാണ് പ്രേതം എന്ന് പറയുന്നത്. അങ്ങനെയുള്ള 5 പ്രേതങ്ങളുടെ മുകളിലായി ഇരിപ്പിടം കൊണ്ടവൾ. അപ്പോൾ എന്താണ് ഈ 5 പ്രേതങ്ങൾ എന്ന് വെച്ചാൽ ബ്രഹ്മ, വിഷ്ണു, രുദ്ര, മഹേശ്വരൻ, പിന്നെ 2 പേരുണ്ട്. അതിൽ ഒന്ന് ഈശ്വരൻ, പിന്നൊന്ന് സദാശിവൻ. അപ്പോൾ ഈ 5 പ്രേതാസനങ്ങൾ എന്തുകൊണ്ടാണ് ഇവിടെ പ്രേതം എന്ന് പറയുന്നത്? ശ്വേതപ്രേതം എന്നാണ് പറയുന്നത്. അതായത് ആത്മാവിന്റെ തേജസ്സിന്റെ പ്രാണൻ മാറി നിൽക്കുന്ന അവസ്ഥയെ കുറിച്ചാണ് പറയുന്നത്. ആ തേജസ് എന്നത് ആത്മാവാണ്. നമ്മൾ തികഞ്ഞ ആത്മാവാണ്, തേജസ്സിന്റെ രൂപമാണ്. നമ്മളുടെ ഉള്ളിലെ ആ 5 മരിച്ചു കിടക്കുന്ന പഞ്ചപ്രേതങ്ങളുടെ മുകളിലായി അമ്മ ഇരിപ്പിടം കൊണ്ടിരിക്കുന്നു. അപ്പോൾ അത് മരണാവസ്ഥയെ കുറിച്ചാൽ തൊട്ടടുത്ത വരിയിൽ പഞ്ചബ്രഹ്മസ്വരൂപിണി, 5 സൃഷ്ടി രൂപങ്ങളെയും കുറിക്കുന്നു. അതായത് സൃഷ്ടി, സ്ഥിതി, പിന്നെന്താണ് സംഹാരം, തിരോധാനം, അനുഗ്രഹം. ഇതാണ് 5 ബ്രഹ്മങ്ങൾ. സൃഷ്ടിസ്ഥിതി സംഹാരം നമുക്കറിയാം. അത് കഴിഞ്ഞുള്ളതാണ് തിരോധാനം, അത് കഴിഞ്ഞുള്ളതാണ് അനുഗ്രഹം, ഗ്രേസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ 5 ബ്രഹ്മങ്ങളുടെയും സ്വരൂപിണിയും കൂടിയാണ് അമ്മ. അപ്പോൾ മരണവും ജനനവും ഒരേപോലെ ഇവിടെ തുല്യമായി നമ്മളുടെ ഉള്ളിലേക്ക് എത്തിച്ചു കഴിഞ്ഞു. അടുത്തത് ചിന്മയി പരമാനന്ദ വിജ്ഞാന ഘനരൂപിണി. ചിന്മയി, ചിത്തത്തിലുള്ളവൾ എന്നുള്ളതല്ല, ചിത്തമായിട്ടുള്ളവൾ. ആനന്ദമയി എന്ന് പറയുന്നത് പോലെ ചിത്തമായിട്ടുള്ളത് അമ്മ തന്നെയാണ്. ചിത്തം വേറെ, അമ്മ വേറെ അല്ല. ചിന്മയി, ചിത്തമായിട്ടുള്ളവളാരോ അത് ചിന്മയി. പരമാനന്ദ, അങ്ങനെ ചിന്മയി ആയതിനാൽ പരമമായ ആനന്ദത്തിലാണ്. ദ ഡിവൈൻ ബ്ലിസ് എന്ന് പറയില്ലേ, അതിനൊരു അർത്ഥം പറയാൻ, പര്യായം പറയാൻ സാധിക്കില്ല. അതുകൊണ്ടാണ് അടുത്ത വരി പറയുന്നത്. എന്തുകൊണ്ടാണ് ചിന്മയിയും പരമാനന്ദവും ഇവിടെ പറയുന്നത്? വിജ്ഞാന ഘനരൂപിണി. വിജ്ഞാനം, ജ്ഞാനം എന്നാൽ വിസ്ഡം, വാക്കുകൊണ്ട് പറയാൻ സാധിക്കാത്ത ഒന്നാണ്, അതാണ് ജ്ഞാനം. അപ്പോൾ വിജ്ഞാനം എന്നാൽ എന്താണ്? ആ ജ്ഞാനത്തിനെയും ആഴത്തിലേക്ക് പിന്നെയും പിന്നെയും വികാസം ചെയ്തെടുക്കാൻ കെൽപ്പുള്ള ശക്തിയുള്ളതിനാൽ വിജ്ഞാനം. വിജ്ഞാന ഭൈരവ തന്ത്രം എന്ന് നമുക്ക് ഒരുപാട് വീഡിയോസ് കാണാൻ പറ്റും. ആ വിജ്ഞാനം എന്നാൽ ജ്ഞാനം ഉറഞ്ഞ് ആഴത്തിലേക്ക് എത്തി നിൽക്കുന്ന അവസ്ഥയാണ് വിജ്ഞാനം. ഇവിടെയാണ് ശ്രീചക്രം എന്ന ആ മഹാമേരുവിന്റെ രൂപത്തെ മനസ്സിലാക്കേണ്ടത്. വിജ്ഞാനം ഉറഞ്ഞുകൂടിയ ആഴത്തിലെത്തിയ ഘനരൂപിണി. ഘനമെന്നാൽ സോളിഡ് ആയിട്ടുള്ള രൂപം. ഉള്ളിലും അതെ, പ്രകടമായിട്ട് അമ്മയുടെ ശ്രീചക്രവും അങ്ങനെ തന്നെയാണ്. ഈ 5 പ്രേതാസനങ്ങളും 5 ബ്രഹ്മങ്ങളും ചിന്മയമായ ആ ആനന്ദ സ്വരൂപിണിയായ ശ്രീചക്രരൂപിണി, ഘനരൂപിണി. ഘനമെന്നാൽ സോളിഡ്. നമ്മൾ ഘനശ്യാമം എന്ന് പറയും, ഘനശ്യാമൻ. അതായത് ഒരു ഒഴുകി നടക്കുന്ന, ഇപ്പൊ മഴ പെയ്യുമെന്ന് പറഞ്ഞ് നടക്കുന്ന ആ കരിമേഘങ്ങളെ ചേർത്ത് കൂടിയ രൂപമാണ് ഘനം, ഘനശ്യാമം. അപ്പോൾ ഇവിടെ ആ ഉറഞ്ഞുകൂടിയ ജ്ഞാനം, വിജ്ഞാനത്തിന്റെ ഘനരൂപത്തിലുള്ളവൾ അമ്മ തന്നെയാണ്, ദേവി തന്നെയാണ്, ലളിതാ മഹാത്രിപുര സുന്ദരി തന്നെയാണ്. അതാണ് ഈ വരികൾ കൃത്യമായിട്ട് ഉള്ളിലും പുറത്തും മരണവും ജനനവും അതിലപ്പുറവുമുള്ള തിരോധാനവും അനുഗ്രഹത്തിലേക്കും എത്തിക്കുന്ന വരികളാണ്. വെറുതെ പെട്ടെന്നങ്ങ് പറഞ്ഞു തീർക്കാൻ പറ്റുന്നതല്ല, ഒരുപാട് ആഴങ്ങളുണ്ട്. എന്നാലും പറയാൻ ശ്രമിച്ചതാണ്. പഞ്ചപ്രേതാസനാസീന പഞ്ചബ്രഹ്മസ്വരൂപിണി ചിന്മയി പരമാനന്ദ വിജ്ഞാനഘനരൂപിണി.
ശാന്തി ശാന്തി ശാന്തി. അമ്മേ ശരണം. പത്മ.